ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. മർക്കോസിൻ്റെ സുവിശേഷത്തിൻ്റെ രണ്ടാമത്തെ ഭാഗം ഇന്ന് നമുക്ക് നോക്കിയാലോ. ഈ ഭാഗത്ത്, അതായത് 8, 9, 10 ചാപ്റ്ററുകൾ, ഇവിടെ ഒരു യാത്രയാണ്. ഗലീലയിൽ നിന്ന് ജെറുസലേമിലേക്കുള്ള യേശുപ്പച്ചൻ്റെയും ശിഷ്യന്മാരുടെയും യാത്ര. ഇവിടെ യേശുപ്പച്ചൻ്റെ അത്ഭുത പ്രവൃത്തികളും അടയാളങ്ങളും നമുക്ക് കാണാം. കൂടാതെ യേശുപ്പച്ചൻ ഒരു നല്ല മെൻറ്ററെ പോലെ ശിഷ്യന്മാരെ ഒരുക്കുന്നതും നമുക്ക് കാണാം. പിന്നെ താഴ്മയെക്കുറിച്ചുള്ള പാഠങ്ങളും ഈ ഭാഗത്ത് കാണാം. ചാപ്റ്റർ 8 അധ്യായത്തിൻ്റെ പകുതി എത്തുമ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചോദ്യം യാത്രാമധ്യേ യേശുപ്പച്ചൻ ശിഷ്യന്മാരോട് ചോദിക്കുന്നുണ്ട്. നിങ്ങൾ എന്നെ ആരെന്ന് പറയുന്നു? മറ്റുള്ളവർ പലതും പറഞ്ഞപ്പോൾ പത്രോസ് കൃത്യമായി ഉത്തരം നൽകി, നീ ക്രിസ്തുവാകുന്നു. കറക്റ്റ് ആൻസറൊക്കെ പറഞ്ഞ് പത്രോസ് തിളങ്ങി നിൽക്കുന്ന ആ നിമിഷം യേശുപ്പച്ചൻ തൻ്റെ ദൗത്യത്തെക്കുറിച്ച് തുറന്നു പറഞ്ഞു. താൻ കഷ്ടങ്ങൾ സഹിക്കേണ്ടവനും ക്രൂശിക്കപ്പെടാനും ഉള്ളവനാണെന്ന് യേശുപ്പച്ചൻ വെളിപ്പെടുത്തി. ഇവിടെ പത്രോസിൻ്റെ ഒരു പ്രത്യേക സ്നേഹം ഉണരുന്നത് നമുക്ക് കാണാം. പത്രോസ് യേശുപ്പച്ചനെ മാറ്റി നിർത്തി ശാസിക്കുന്നു. ഇതൊന്നും അങ്ങനെ സംഭവിക്കരുതേ എന്ന രീതിയിൽ. ഒറ്റ നോട്ടത്തിൽ ഇത് പത്രോസിൻ്റെ വളരെ അറ്റാച്ച്മെൻ്റ് ഉള്ള ഒരു സ്നേഹമാണ്. പക്ഷേ ഈ സ്നേഹം യഥാർത്ഥത്തിൽ ദൈവിക പദ്ധതിക്ക് ഒരു വലിയ തടസ്സമായിരുന്നു. ഇത്തരത്തിലുള്ള സ്നേഹം ആത്മീയ വളർച്ചയ്ക്ക് അപകടമാണ്. ഞാൻ എൻ്റെ ഒരു കൂട്ടുകാരൻ പറഞ്ഞു തന്ന ഒരു നടന്ന സംഭവം നിങ്ങളോട് പറയാം. ഞങ്ങൾക്കറിയാവുന്ന ഒരു പാസ്റ്ററുണ്ട്, ഇവിടെയല്ല, അങ്ങ് സൗദി അറേബ്യയിൽ. ഇദ്ദേഹം ഒരു നല്ല വ്യക്തിയാണ്, നല്ലൊരു ദൈവദാസനാണ്, വളരെ സിമ്പിളാണ്, ഭയങ്കര ഹാപ്പി ആയിട്ടുള്ളൊരു മനുഷ്യനാണ്. എപ്പോഴും ഒരു വെളുത്ത ഷർട്ടും കറുത്ത പാൻറ്റും ധരിച്ച് നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടാണ് നടക്കാറ്. പുള്ളിയുടെ വീട്ടിൽ ആരെങ്കിലും വന്നാൽ നന്നായിട്ട് ട്രീറ്റ് ചെയ്തേ വിട്ടുള്ളൂ, നല്ല ഭക്ഷണം തരും. ഒരിക്കൽ ഒരു ദൈവവിശ്വാസി ഇദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് വന്നു. പാസ്റ്റർ സ്വാഭാവികമായിട്ട് ചോദിച്ചു, വല്ലതും കഴിച്ചോ? ഭക്ഷണം കഴിച്ചിട്ടല്ലേ പോകുന്നത്? വിശ്വാസി പറഞ്ഞു, ഇല്ല പാസ്റ്ററെ, ഞാൻ ഫാസ്റ്റിങ്ങിലാണ്, ഭക്ഷണമൊന്നും വേണ്ട. ആഹാ, ഫാസ്റ്റിങ്ങിലാണോ? അങ്ങനെയാണെങ്കിൽ ഫ്രൂട്ട്സ് കഴിച്ചിട്ട് പോകാം എന്ന് പാസ്റ്റർ പറഞ്ഞു. അപ്പോൾ ഈ വിശ്വാസി പറഞ്ഞു, ഫ്രൂട്ട്സ് അല്ല, എനിക്ക് ഒന്നും തന്നെ വേണ്ട, ഒരു തരത്തിലുള്ള ഭക്ഷണവും ഞാൻ കഴിക്കില്ല. അപ്പോൾ പാസ്റ്റർ പറഞ്ഞു, എന്നാൽ നമുക്ക് ജ്യൂസോ ചായയോ കുടിക്കാം. പുള്ളി പറഞ്ഞു, പാസ്റ്ററെ കണ്ട് ഞാൻ സംസാരിക്കാൻ വേണ്ടി മാത്രമാണ് വന്നത്, എനിക്ക് ജ്യൂസോ ചായയോ ഒന്നും വേണ്ട എന്ന്. അങ്ങനെ രണ്ടുപേരും ആ ദൈവകാര്യങ്ങൾ സംസാരിച്ച് പിരിയാൻ നേരത്ത് പാസ്റ്റർക്ക് ആകെ കൂടെ സങ്കടം. ഒരാൾ വീട്ടിൽ വന്നിട്ട് ഒന്നും കൊടുക്കാതെ എങ്ങനെയാണ് വിടുക എന്ന്. പാസ്റ്റർ നോക്കിയപ്പോൾ അവിടെ മേശപ്പുറത്ത് ഒരു കുപ്പി പെപ്സി ഇരിക്കുന്നത് കണ്ടു. ഉടനെ പാസ്റ്റർ പറഞ്ഞു, എന്നാൽ ഒരു അല്പം പെപ്സി എങ്കിലും കുടിച്ചിട്ട് പോകാം, വീട്ടിൽ വന്നിട്ട് എങ്ങനെയാണ് ഞാൻ ഒന്നും തരാതെ വിടുക? പാസ്റ്റർ ഇത്രയും നിർബന്ധിച്ചതല്ലേ. ആ വ്യക്തി എന്ത് ചെയ്തു? അല്പം പെപ്സി കുടിച്ചിട്ട് അവിടെ നിന്ന് പോയി. പാസ്റ്ററുടെ സ്നേഹം കൊണ്ടാണ് ഇത് ചെയ്തത്. ഒറ്റ നോട്ടത്തിൽ നോക്കിയാൽ ഇതൊരു സ്നേഹമായി തോന്നും, പക്ഷേ ആക്ച്വലി അവിടെ ആത്മീയതയ്ക്ക് കോട്ടം തട്ടുകയാണ് ചെയ്തത്. ഇത്തരം സ്നേഹത്തെ എൻ്റെ കൂട്ടുകാരൻ പറയാറ് പത്രോസിൻ്റെ സ്നേഹം എന്നാണ്. ഇതിന് യേശുപ്പച്ചൻ്റെ പ്രതികരണം എന്തായിരുന്നു? സാത്താനെ, എൻ്റെ പിന്നിൽ പോകൂ എന്നായിരുന്നു. തന്നെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ശിഷ്യനോടാണ് യേശുപ്പച്ചൻ ഇത്രയും കടുത്ത ഭാഷയിൽ പ്രതികരിച്ചത്. നമ്മളെ നമ്മുടെ ആത്മീയ ലക്ഷ്യങ്ങളിൽ നിന്ന് അകറ്റുന്ന എന്തിനോടും, അത് എത്ര വലിയ സ്നേഹത്തിൻ്റെ രൂപത്തിൽ വന്നാലും, യേശുപ്പച്ചൻ എടുത്ത മാതിരി ഉറച്ച ഒരു നിലപാടെടുക്കാൻ നമുക്ക് സാധിക്കണം. ചാപ്റ്റർ 9. മർക്കോസ് 9:1 ഇപ്രകാരം പറയുന്നു, അവൻ അവരോട്, ദൈവരാജ്യം ശക്തിയോടെ വരുന്നത് കാണുവോളം മരണം ആസ്വദിക്കാത്ത ചിലർ ഇവിടെ നിൽക്കുന്നവരിൽ ഉണ്ട് എന്ന് ഞാൻ സത്യമായിട്ടും നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു. ഇത് കേട്ട് പലരും വിചാരിച്ചത് ലോകാവസാനത്തെക്കുറിച്ചാണ് യേശുപ്പച്ചൻ പറയുന്നത് എന്ന്. ദൈവരാജ്യം ശക്തിയോടെ വരുന്നു എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പോസ്തല പ്രവൃത്തികൾ 1:8 യേശുപ്പച്ചൻ ആ ശക്തി എന്താണെന്ന് കൃത്യമായി പറഞ്ഞു തരുന്നുണ്ട്. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിക്കും. പെന്തക്കോസ്ത് നാളിൽ പരിശുദ്ധാത്മാവ് വരുന്നത് ശിഷ്യന്മാർക്ക് കാണാൻ കഴിഞ്ഞു. പിന്നീട് നമ്മൾ കാണുന്നത് ലോകം മുഴുവനും സുവിശേഷം അറിയിക്കാൻ നടക്കുന്ന ധൈര്യമുള്ള ശിഷ്യന്മാരെയാണ്. സുവിശേഷം അറിയിക്കാൻ താല്പര്യവും ആഗ്രഹവുമുള്ള ശിഷ്യന്മാരെ. പരിശുദ്ധാത്മാവ് ലഭിച്ചു എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് നമുക്ക് ലോകം മുഴുവൻ സുവിശേഷം അറിയിക്കുവാനുള്ള ധൈര്യവും ആഗ്രഹവും താല്പര്യവുമെല്ലാം. പലരും ധരിച്ചു വെച്ചിരിക്കുന്നത് അത്ഭുതം പ്രവർത്തിക്കുന്നതും അന്യഭാഷയിൽ സംസാരിക്കുന്നതും മാത്രമാണ് പരിശുദ്ധാത്മാവ് ലഭിച്ചതിൻ്റെ തെളിവ് എന്ന്. പിശാച് ഒരുപാട് വ്യാജ പരിശുദ്ധാത്മാക്കളെ ലോകത്തിൽ കൊണ്ടുവന്നിട്ടിട്ടുണ്ട്. കരിങ്കല്ലിനാരും ഡ്യൂപ്ലിക്കേറ്റ് ഇറക്കാറില്ല, ഡയമണ്ടിനാണ് ഡ്യൂപ്ലിക്കേറ്റ് ഇറക്കാറ്. രണ്ടും കല്ല് തന്നെയാണ്. അതുപോലെ ടോയ്ലറ്റ് പേപ്പറിനാരും കൗണ്ടർ ഫീറ്റ് ഇറക്കാറില്ല, 500 രൂപയുടെ നോട്ടിനാണ് കൗണ്ടർ ഫീറ്റ് ഇറക്കാറ്. ബ്രോൺസിനല്ല ആൾക്കാർ ഡ്യൂപ്ലിക്കേറ്റ് ഇറക്കാറ്, ഗോൾഡിനാണ് റോൾഡ് ഇറക്കാറ്.
വിലപിടിപ്പുള്ള സാധനങ്ങൾക്കാണ് എപ്പോഴും ഡ്യൂപ്ലിക്കേറ്റ് ഇറങ്ങാറ്. അങ്ങനെയാണെങ്കിൽ ലോകത്തിലെ ഏറ്റവും വിലപിടിപ്പുള്ള പരിശുദ്ധാത്മാവിന് എത്ര ഡ്യൂപ്ലിക്കേറ്റുകൾ പിശാച് ഇറക്കിയിട്ടുണ്ടാകാം? സാത്താൻ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനങ്ങൾക്ക് പകരമായി പല വ്യാജ അനുഭവങ്ങളും ലോകത്തിൽ അവതരിപ്പിക്കുന്നുണ്ട്. പലരും പറയും, ഞാൻ ആരാധനയ്ക്ക് പോയപ്പോൾ വളരെ ഉണർവുണ്ടായിരുന്നു, അവിടെ പരിശുദ്ധാത്മാവുണ്ട് എന്ന്. ചില മ്യൂസിക് കൺസേർട്ടിന് പോകുമ്പോഴും നമുക്ക് ഉണർവ് ലഭിക്കാറില്ലേ? അവിടെ പരിശുദ്ധാത്മാവുണ്ടോ? ചിലർ പറയും, ആ ദൈവദാസൻ തൊട്ടപ്പോൾ ഞാൻ തെറിച്ചു വീണു, ഞാൻ വിറച്ചു. ഷുഗർ കുറഞ്ഞാലും നമ്മൾ വിറയ്ക്കും, പ്രഷർ ഡൗൺ ആയാലും നമ്മൾ തെറിച്ചു വീഴും. ആ പ്രാർത്ഥനയിൽ പോയപ്പോൾ ഒരു തണുത്ത കാറ്റടിച്ചു. AC ഓണായാലും തണുത്ത കാറ്റടിക്കും. അവിടെയൊക്കെ പരിശുദ്ധാത്മാവുണ്ടോ? രോഗശാന്തി പരിശുദ്ധാത്മാവിൻ്റെ അടയാളമാണോ? ഈ രോഗശാന്തികൾ അമ്പലങ്ങളിലും മോസ്കുകളിലും നടക്കാറില്ലേ? സമാധാനം ലഭിക്കുന്നത് പരിശുദ്ധാത്മാവിൻ്റെ അടയാളമാണോ? മിക്ക തീർത്ഥാടന കേന്ദ്രങ്ങളിൽ പോകുന്നവർക്കും സമാധാനം ലഭിക്കാറില്ലേ? അന്യഭാഷ, നിങ്ങൾ ഇന്ത്യയുടെ പല ഗ്രാമങ്ങളിലേക്കൊന്ന് പോയി നോക്കിയാൽ അവിടെ ബാധ കയറി അന്യഭാഷയിൽ സംസാരിക്കുന്ന അനേകം പേരെ നമുക്ക് കാണാം. ജ്യോതിഷന്മാർ പ്രവചിക്കാറില്ലേ? എന്തിന്? ഈ കാലത്ത് കമ്പ്യൂട്ടർ ആപ്പുകളിലടക്കം പ്രവചനങ്ങൾ ലഭിക്കാറുണ്ട്. രോഗശാന്തിയോ അന്യഭാഷയോ ഒന്നും ഇല്ല എന്നല്ല പറഞ്ഞു വരുന്നത്. പരിശുദ്ധാത്മാവ് ഉണ്ടാകുമ്പോൾ ഇതെല്ലാം സംഭവിക്കാം. പക്ഷേ ഇതൊന്നും പരിശുദ്ധാത്മാവ് ലഭിച്ചതിൻ്റെ ഒരു തെളിവായി നമ്മൾ കരുതരുത് എന്നാണ് പറയുന്നത്. പരിശുദ്ധാത്മാവ് ഒരാളിൽ ഉണ്ടെന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവ് ആ വ്യക്തിയുടെ ജീവിതം ക്രിസ്തു കേന്ദ്രീകൃതമാകും എന്നതാണ്. അപ്പോസ്തല പ്രവൃത്തികൾ 1:8 പറയുന്നത് പോലെ യെരുശലേമിലും യഹൂദിയയിലും ഭൂമിയുടെ അറ്റം വരെയും യേശുവിൻ്റെ സാക്ഷികളാകുക. സ്വന്തം ഭയമോ സുരക്ഷിതത്വമോ നോക്കാതെ യേശുപ്പച്ചനെ കുറിച്ച് ലോകത്തോട് വിളിച്ചു പറയാനുള്ള ധൈര്യവും താല്പര്യവും ആഗ്രഹവും നമുക്ക് ലഭിക്കും. യോഹന്നാൻ 15:26 പറയുന്നത് പോലെ പരിശുദ്ധാത്മാവ് യേശുപ്പച്ചനെ കുറിച്ച് സാക്ഷ്യം നിൽക്കുന്നു. റോമർ 8:12 മുതൽ 17 വരെയുള്ള വാക്യങ്ങളിൽ പറയുന്നത് പോലെ പാപത്തിൽ നിന്ന് മാറി പൂർണ്ണതയിലേക്ക് നീങ്ങുവാനുള്ള ആഗ്രഹം നമ്മിലുണ്ടാകും. പുറമെയുള്ള പ്രകടനങ്ങളെക്കാൾ നമ്മുടെ സ്വഭാവത്തിലും സാക്ഷ്യത്തിലും വചനത്തോടുള്ള ഇഷ്ടത്തിലും ഉണ്ടാകുന്ന മാറ്റമാണ് പരിശുദ്ധാത്മാവ് നമ്മളിൽ ഉണ്ട് എന്നതിന് തെളിവ്. പരിശുദ്ധാത്മാവ് എപ്പോഴും യേശുവിനെ ഉയർത്തിക്കാട്ടുകയാണ് ചെയ്യുക എന്ന് നമുക്ക് മനസ്സിലാകും. ബൈബിൾ വായിക്കുമ്പോൾ ബൈബിളിലെ ഓരോ വരികളിലും നമുക്ക് യേശുപ്പച്ചനെ കാണാൻ സാധിക്കും. ബൈബിളിലെ ഓരോ വാക്യങ്ങളിലും യേശുപ്പച്ചനെ കാണാൻ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കും. ചാപ്റ്റർ 10. നിത്യജീവൻ ലഭിക്കാൻ ഞാൻ എന്തു ചെയ്യണം എന്ന് ചോദിച്ച യുവാവുമായുള്ള യേശുപ്പച്ചൻ്റെ സംഭാഷണം നമുക്ക് ഈ ചാപ്റ്ററിൽ കാണാം. സംഭാഷണത്തിനൊടുവിൽ സമ്പത്തെല്ലാം ദരിദ്രർക്ക് നൽകി തന്നെ ഫോളോ ചെയ്യാൻ യേശുപ്പച്ചൻ ആവശ്യപ്പെടുന്നു. പക്ഷേ അദ്ദേഹം വിഷമിച്ച് തിരികെ പോകുന്നു. ധനികർ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുന്നത് എത്ര പ്രയാസകരമാണെന്ന് യേശുപ്പച്ചൻ ഇവിടെ ഓർമ്മിപ്പിക്കുകയാണ്. ഈ ഭാഗത്ത് കൃത്യമായി യേശുപ്പച്ചൻ പറയുന്നുണ്ട്, നിനക്ക് ഒരു കുറവുണ്ട്. എന്താണ് ഈ കുറവ്? അറ്റാച്ച്മെൻറ്റ്. പത്രോസ് വലയിട്ട് കർത്താവിൻ്റെ കൂടെ പോകുന്നത് നമ്മൾ 1:18 കാണാം. പക്ഷേ ഇവിടെ കർത്താവ് ധനം ഉപേക്ഷിക്കാൻ എടുത്തു പറഞ്ഞിട്ടും ആ വ്യക്തിക്ക് അതിന് സാധിക്കുന്നില്ല. ധനത്തോടുള്ള അറ്റാച്ച്മെൻ്റാണ് ഇവിടെ കർത്താവിനെ ഫോളോ ചെയ്യാൻ തടസ്സമാകുന്നത്. ധനികനായ ആ യുവാവിൻ്റെ ജീവിതത്തിൽ സമ്പത്ത് എന്നത് ദൈവത്തിനും അദ്ദേഹത്തിനും ഇടയിലുള്ള ഒരു വലിയ മതിലായി മാറിയിരുന്നു. എല്ലാവരോടും ധനം ഉപേക്ഷിക്കാനായി പറഞ്ഞത് നമ്മൾ കാണുന്നില്ല. ഇവിടെ ധനമാണോ പ്രശ്നം, അതോ ധനത്തോടുള്ള അറ്റാച്ച്മെൻറ്റോ? നമ്മളെക്കാൾ ദരിദ്രരായ ഒട്ടേറെ ആളുകൾ നമ്മളുടെ ചുറ്റുമുണ്ട്. ആ അർത്ഥത്തിൽ നോക്കിയാൽ നാം എല്ലാവരും ഒരു തരത്തിൽ ധനികർ തന്നെയാണ്. നമ്മുടെ കയ്യിലുള്ള ധനത്തോടും സമ്പാദ്യത്തോടും നമ്മൾ എത്രമാത്രം അറ്റാച്ച്ഡ് ആണ് എന്നുള്ളതാണ് പ്രധാനം, അല്ലാതെ സമ്പാദ്യമല്ല തെറ്റ്. ദൈവത്തെയും മാമോനെയും ഒരേ സമയം സേവിക്കാൻ കഴിയുകയില്ല. പിന്നെ ഈ അധ്യായത്തിൽ യേശുപ്പച്ചനോട് യാക്കോബും യോഹന്നാനും ഒരു പ്രത്യേക ആവശ്യം ഉന്നയിക്കുന്നത് നമുക്ക് കാണാം. നീ നിന്റെ മഹത്വത്തിൽ ഇരിക്കുമ്പോൾ ഞങ്ങളിൽ ഒരാളെ നിന്റെ വലത്തുഭാഗത്തും ഒരാളെ ഇടത്തുഭാഗത്തും ഇരുത്തേണം. അവർ ചോദിച്ചത് അധികാരത്തെക്കുറിച്ചും സിംഹാസനത്തെക്കുറിച്ചുമായിരുന്നു. എന്നാൽ യേശുപ്പച്ചൻ അവരോട് ചോദിച്ചത്, ഞാൻ കുടിക്കുന്ന പാനപാത്രം കുടിക്കുവാനും ഞാൻ ഏൽക്കുന്ന സ്നാനം ഏൽക്കുവാനും നിങ്ങൾക്ക് കഴിയുമോ എന്നാണ്. അതായത് കിരീടത്തിനു മുമ്പ് ക്രൂശ് ഉണ്ടെന്ന് യേശുപ്പച്ചൻ ഓർമ്മിപ്പിച്ചു. യേശുപ്പച്ചനെ പിന്തുടരുന്നത് വെറും ഒരു ആഘോഷം മാത്രമല്ല, അതൊരു സഹനത്തിൻ്റെയും കൂടെ വഴിയാണെന്ന് യേശുപ്പച്ചൻ ഇവിടെ വ്യക്തമാക്കുന്നു. ഇതോടുകൂടെ മർക്കോസിൻ്റെ സുവിശേഷം 8, 9, 10 അധ്യായങ്ങൾ അവസാനിക്കുകയാണ്. അടുത്ത അധ്യായങ്ങളിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ഇതൊന്ന് വായിച്ചു തീർക്കാൻ ശ്രമിക്കുക. ഏകദേശം ഒരു 15 മിനിറ്റിനുള്ളിൽ നമുക്ക് വായിച്ചു തീർക്കാവുന്നതേ ഉള്ളൂ. ബാക്കിയുള്ള അധ്യായങ്ങൾ ഇനിയൊരു വീഡിയോയിൽ നമുക്ക് നോക്കാം.